നമ്മളൊക്കെ പറയാറുണ്ടല്ലേ പൊട്ടന് ലാറ്ററി അടിച്ചെന്നൊക്ക അത് തന്നെ കഥ. കാട്ടിനുള്ളിലെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അടിച്ചടിച്ച് തളർന്നപ്പോ എനിക്ക് ഇങ്ങനെ അടിക്കുന്ന കാര്യമായിട്ടാ പറഞ്ഞത്. അവസാനം പിടിയെടുത്ത് പോലീസുകാരുടെ അണ്ണാക്കിലേക്ക് പൈസ തള്ളിയിട്ട് നൈസായിട്ട് സീർട്ടം കത്തിച്ചോണ്ട് പോവേണ്ട പുഷ്പേണ്ണ. മലയാളിക്ക് എന്താ കൊമ്പുണ്ട്. കയ്യിലെ ആകാശത്ത് കെട്ടിവെച്ച് അതിന്റെ മുകളിൽ കാലം വെച്ചിരിക്കുമ്പോഴാണ് അണ്ണന്റെ അടുത്ത ശിങ്കടി വരുന്നത്. എന്റെ പേര് കേശവൻ. നല്ല പേര്. ജീവിതത്തിൽ ആദ്യമായി അങ്ങനെ 100-ന് പകരം 1000-ന്റെ കൂലി കിട്ടുന്ന പണിക്ക് പോയ അണ്ണനെയും ടീമിനെയും പോലീസ് നോക്കാൻ വന്നപ്പോ കൂടെയുള്ള എല്ലാം ഓടിത്തള്ള നേരത്ത് ഐഡിയ പറഞ്ഞ് കൂടെ നിർത്തിയവനാണ് അണ്ണൻ. ഇതിന് കണ്ടിട്ടാണ് എന്താ വന്ന് കയറിയതിന്റെ വാദം കേട്ട് ഓടിയവന്മാരെല്ലാം കൂടെ ചരക്കൊളിപ്പിക്കാൻ വേണ്ടി കൂടെ കൂടി. അങ്ങനെ പോലീസിനെ നൈസായിട്ട് ഊമ്പിച്ചതിന് ശേഷം ഒളിപ്പിച്ച ചരക്കിനെ തിരിച്ചെടുക്കുന്നതാണ് മുട്ടൻ കോമഡി. പോലീസൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യോടെ ഒന്ന് തല പൊക്കിയിരുന്നെങ്കിൽ വേറെവിടെ എല്ലാത്തിനെ കൊണ്ടുപോയി കൊണവധിക്കായിരുന്നു. അങ്ങനെ പോലീസ് പോയതിന്റെ പിന്നാലെ കാട്ടിൽ സക്സസ് പാർട്ടിയും ഡാൻസുമായിട്ട് യുവാക്കൾ കൂടി. ഒരു പേരില്ലാത്തോണ്ട് എല്ലാരും എന്നെ മുറിവരില്ലാന്നാ വിളിക്കുന്നത്. അപ്പൊ നിന്നെ സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ മുറിയണ്ടിന്ന് വിളിക്കല്ലേ. കഴിഞ്ഞ തവണ 6 കണക്കും പറഞ്ഞ് ഊക്കി വിട്ടതിന്റെ കേന്ദ്രയിൽ 60 കൊണ്ട് കാട്ടിൽ വന്ന ഗോവിന്ദ സാറിന്റെ ടീമിനെതിരെ കല്ലാറിനെ രക്ഷപ്പെടുന്നതിന്റെ ഇടയ്ക്ക് ചന്ദനം എടുത്ത് ലോറിയിൽ എറിയുന്ന ഒരു സീനുണ്ട്. ഇതെന്തിനാ കാട്ടിൽ ജാവലെന്തോ നടക്കണം. ടയർ തേഞ്ഞ് തീരുമെന്നുള്ള പേടിയുണ്ടായിരിക്കും അണ്ണൻ നിലം തൊടാതെ പായിപ്പിക്കുകയാണ് ലോറി. സൂപ്പർമാന്റെ ജെട്ടിയിട്ട ലോറി. അങ്ങനെ ചരക്ക് കൊണ്ട് ഏതാ കാലിന്റെ ഇടയിൽ ഒളിപ്പിച്ച് കൂളായി പാട്ടും പാടി വരുന്ന അണ്ണനെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലിട്ട് വെയിലിട്ടൊന്നും അണ്ണം വിട്ടുകൊടുത്തില്ല. അങ്ങനെ അവിടുത്തെ കോണ വഴി പുറത്തിറങ്ങുമ്പോഴാണ് 2 പറങ്ങാണ്ടി വണങ്ങൾ മുന്നിൽ ഒന്ന് പെടുന്നത്. അങ്ങനെ തലേ ദിവസം വെള്ളത്തിയിട്ട കടല കുതിർന്ന പോലെ ഒളിപ്പിച്ച ചരക്ക് കാണിച്ചു കൊടുത്തിട്ട് ആദ്യ പ്രോഫിറ്റിൽ നിന്നും മുതലാളിമാരുടെ കയ്യിലുള്ള അതേ വണ്ടി വാങ്ങിയാണ് പുഷ്പേണ്ണ. അതേ മുതലാളിമാർക്ക് തന്നെ ബിസിനസ് ഐഡിയ പറഞ്ഞു കൊടുത്ത് അവരോടൊപ്പം ബിസിനസ് പാർട്ണർ ആവാനും അണ്ണന് യാതൊരുവിധ മടിയുമില്ലായിരുന്നു. പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് പാർട്ണർ ആവുന്ന കാലമൊക്കെ തീർന്നു സാറേ. അങ്ങനെ അത് കഴിയുമ്പോൾ അടുത്ത പാർട്ണറിന്റെ ഇൻട്രോ. ആദ്യത്തെ പാർട്ണറിന് ഐഡിയ പറഞ്ഞു കൊടുത്ത് കമ്പനി ആയപ്പോൾ രണ്ടാമത്തെ പാർട്ണറിനെ തീപ്പെട്ടിക്കൊള്ളി എത്തിച്ചു കൊടുത്താണ് പാർട്ണർഷിപ്പ് ആവുന്നത്. അങ്ങനെ 3ാമത്തെ തവണ പുഷ്പേൻ ടീമിനെ കയ്യോടെ പൊക്കാൻ വരുന്ന ഗോവിന്ദൻ സാറും ടീം 1 തവണ സക്സസ്ഫുള്ളി മൂഞ്ചി തെറ്റിയിരിക്കുമ്പോൾ ലാസ്റ്റ് പുഷ്പയ്ക്ക് ഉപദേശം കൊടുത്തിട്ട് മടങ്ങുകയാണ് സാർ. അത് കഴിഞ്ഞ ഒരു പാർട്ടിയൊക്കെ ശേഷം ക്രിഞ്ചിന്റെ വീട്ടിൽ പെണ്ണാലോചിച്ച് ചെല്ലുന്ന പുഷ്പേൻ ടീമിനെ ദേണ്ട ഈ ഇരിക്കണ കണ്ടാറ ഓടി വെറുപ്പിച്ച് കൊന്ന് പുഷ്പയുടെ അമ്മയെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് പോകും. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, പയറാടാ. ഓ തന്നെ അതൊക്കെ പോട്ട്. ആ തോക്കിന്റെ തുമ്പ് എന്തിനാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? വെടിവെച്ച് ക്ഷീണിച്ചത് കൊണ്ടാണ് അതോ കൂട്ടത്തിൽ ചാരപ്പണി ചെയ്തവന്മാരെ മുതലാളിമാരെ പൊക്കി കുറിച്ചിന്റെ കൂമ്പിലിട്ട് പണിയെടുക്കുമ്പോൾ അയാൾക്ക് മോളുണ്ടെന്ന കാര്യം ഈ ചൊറിയൻ അറിയുന്നു. ഇവനെ പറ്റി പറയുകയാണെങ്കിൽ കുഞ്ഞാറിൽ നിന്നുള്ള പൂമ്പാറ്റയുടെ സ്വഭാവ ഗുണമുള്ള ഒരേ ഒരുത്തനുണ്ടെങ്കിൽ അത് ഇവൻ മാത്രമാണ്. ഒരു ചേട്ടനുണ്ട്, തേജൊരു മൈരിനും കൊള്ളാത്തൊരു തല്ലുള്ളി. ഇതിലും മൂത്ത ഒരുത്തനുണ്ട്, തലച്ചോറിന് പകരം ആനപ്പിണ്ടം ചാണാതി മുഖി തലയെ കൊണ്ടു നടക്കുന്നവൻ. കാരണം വേറൊന്നുമല്ല, സ്വന്തം ജീവനേക്കാൾ പകവീട്ടിലാണ് പുള്ളിക്ക് താല്പര്യം. അങ്ങനെ പകവിട്ടാൻ പോയതാണ് ഇപ്പൊ ഒറ്റ കൈ കൊണ്ട് ഊമ്പി കുത്തി വീട്ടിയിരിക്കുന്നത്. അങ്ങനെ അങ്ങേരുടെ മോളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇടത്തെ കയ്യിൽ മുല്ലപ്പൂവും വലത്തെ കയ്യിൽ ബീഡി കുറ്റിയും വായിലിട്ട് ഊമ്പി കുത്തി ഇരിക്കുമ്പോഴാണ് പ്രതീക്ഷ തെറ്റിച്ച് പുഷ്പ കയറി ഒന്ന് കാത്തിരുന്നവന്റെ അണ്ടി തട്ടി മേകേറ്റിയത്. പുഷ്പന്റെ കഴപ്പ് തീർത്തത് കാണുമ്പോൾ ക്രിഞ്ചിന് കണ്ണാപ്പിയുടെ ക്രഷ് അടിക്കും. ഷെഡിവിന്റെ ഫ്രഞ്ചടിയിലോട്ട് എത്തും. ഒരു വായിൽ 10 തവണ സാമിയെന്ന് വിളിച്ചുകൊണ്ടുള്ള അടുത്ത പാട്ട്. അങ്ങനെ അടുത്ത ടാസ്കിലോട്ട് പുഷ്പ പോകും. അവിടെ വെച്ച് നേരത്തെ പറഞ്ഞ ആനപ്പിണ്ട തലേന്റെ അണ്ടി ആഫീസ് മറ്റവന്മാര് തകർക്കും. അങ്ങനെ കൊല്ലാൻ വന്നവനെയും നിന്നവനെയും പടലം മൂഞ്ചിച്ചിട്ട് MLA ആയിട്ട് അടുത്ത ഡീലർഷിപ്പിന് കയറാവുന്നു. അങ്ങനെ ലോക്കലായ പുഷ്പ കുറച്ചുപടി മുന്നിലേക്ക് കയറുന്നു. അളിയനെ കൊന്നതിന് പകരം ചോദിക്കാതെ വീട്ടിലിരുന്ന് ചക്കയും പുഴുക്കും നിന്ന് വളിയും വിട്ട് കട്ടിലിന്റെ മണ്ട കിടന്നുറങ്ങിയ മംഗളം ശ്രീനു സാറിനെ സ്വന്തം പെണ്ണുമ്പിള്ള വന്ന് ഷേവിംഗ് സെറ്റിലെ ബ്ലേഡ് അടിച്ച് മാറ്റി അങ്ങനെ കൊലവള്ളി കിട്ട് തന്നെ പണി കൊടുക്കുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവൻ. അങ്ങനെ എതിർത്തവന്മാരും ഉപദേശിച്ചവന്മാരും തോറ്റപ്പോൾ അവിടെ പുതിയൊരു അവതാരം വന്നു. ഇതുവരെ ആരുടെ മുന്നിലും താഴാത്ത പുഷ്പ ഒടുവിൽ അയാളുടെ മുമ്പിൽ കുനിഞ്ഞു കൊടുക്കുന്നു. അയ്യേ അതല്ല. അങ്ങനെ കല്യാണത്തിന്റെ അന്ന് മണ്ഡപത്തിലിരിക്കേണ്ട പുഷ്പ കുനിച്ചു നിർത്തിയവന്റെ കൂടെ വെള്ളമടി പാർട്ടിയിൽ മതിമറന്ന് നിന്ന് എൻജോയ് ചെയ്യുകയാണ്. പാർട്ടി കൂടാനല്ലെന്ന് പോലീസുകാരന് കൊടുത്തതെല്ലാം ഇരട്ടിയായി അണ്ണാക്കി തിരിച്ചെത്തിയപ്പോഴാണ് ബോധ്യമായത്. ഇട്ടിരുന്ന അണ്ടർവെയർ മാത്രം ഇട്ടുകൊണ്ട് മണ്ഡപത്തിലോട്ട് ബൈക്കിലെത്തിയ പുഷ്പ ബോഡി ഷോ കാണിച്ച് കയറി വന്ന് ഈ ഒരൊറ്റ ഡയലോഗ് അടിക്കുന്നതോടുകൂടി പടം തീരുന്നു. എന്തായാലും ഇതിന്റെ പാർട്ട് 2 OTT റിലീസിന്റെ പിറ്റേ ദിവസം വരുന്നതായിരിക്കും. ആരും മറക്കാതെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാം. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം.